യേശുവിൽ പ്രിയപ്പെട്ടവരെ, ബർത്തമേസ് കാഴ്ചയുള്ളവനായിരുന്നു. എപ്പോഴോ അത് നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചയുടെ വില അവനറിയാം. യേശുവിന് മാത്രമേ തനിക്ക് കാഴ്ച തിരിച്ചു തരാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കി യേശുവിനെ നിലവിളിച്ചപേക്ഷിക്കുകയാണ് ബർത്തമേസ്. വെറുതെ അങ്ങ് വിളിക്കുകയല്ല, യേശു ആരെന്ന് കൃത്യമായി മനസ്സിലാക്കി വിശ്വാസത്തോടെ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്ന് വിളിച്ചാണ് അപേക്ഷിക്കുന്നത്. ജനങ്ങൾ മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അത്യുച്ചത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. യേശുവിൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലാൻ പറഞ്ഞപ്പോൾ തന്നെ അന്ധതയിലേക്ക് നയിച്ച ബാഹ്യമായ എല്ലാ ലൗകിക ചിന്താഗതികളും മനോഭാവങ്ങളും ദൂരെ കളയുന്നതിൻ്റെ പ്രതീകമായി പുറംകുപ്പായം ഉപേക്ഷിച്ചിട്ടാണ് യേശുവിനെ സമീപിച്ചത്. യേശു അവന് സൗഖ്യം നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാഴ്ചയുള്ളവരാണ്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ഈ ലോക മനോഭാവങ്ങളും ചിന്താഗതികളും ലൗകിക വ്യഗ്രതകളുമൊക്കെ നമ്മളെ അന്ധരാക്കുന്നുണ്ട്. ആ അന്ധത നീക്കണമെങ്കിൽ യേശുവിന് മാത്രമേ സാധിക്കൂ. പക്ഷേ യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും ആ ലൗകിക മനോഭാവങ്ങളും ചിന്താഗതികളും ജഡിക ആശകളും ഒക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ പക്കലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ യഥാർത്ഥ സൗഖ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.